കേരളത്തിലെ സുഡാപ്പികൾക്ക് ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പോരാളികൾ ഹൂത്തികൾ അവരെ മൂടോടെ പറിച്ചെറിയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു വീഡിയോ എടുത്തിട്ട്, കാരണം ഈ ബോംബ് ചെയ്യുമ്പോഴേ ഈ എയർക്രാഫ്റ്റിനകത്ത് ക്യാമറയുണ്ട്, അപ്പോൾ കറക്റ്റ് ബോംബിങ് മുഴുവൻ അത് റെക്കോർഡ് ചെയ്യും. അപ്പം അതിൻ്റെ ചെറിയൊരു ഫുട്ടേജ് എടുത്ത് അതിന് ആയിട്ട് പറയുന്നുണ്ട് ഹൂത്തികളെ പൂർണ്ണമായിട്ട് തകർക്കും. ഇവരൊരു ഗ്യാതറിങ് കൂടി, അത് മനസ്സിലാക്കുക, വളരെ ടെക്നോളജി വാർഫെയർ ആണ് ഹൂത്തികൾക്കെതിരെ നടക്കുന്നത്. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. നേരത്തെ നിങ്ങൾക്കറിയാവുന്ന സൗദി ആണെങ്കിലും UAE ആണെങ്കിലും അവിടെ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടതാണ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഹൂത്തികൾക്കെതിരെ ബാൻ പോലും എടുത്ത് മാറ്റിയതാണ്. അവിടെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിശക്തമായ രീതിയിൽ അവർക്ക് എവിടെ പോയാലും അവിടെ വന്ന് ബോംബ് വീഴുക. ഇനി അതിൻ്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി വേണം. അവിടെ ബോംബ് ചെയ്യുന്ന ബോംബേഴ്സ്, ബോംബ് എയർക്രാഫ്റ്റ് മുഴുവനും വരുന്ന ഡിയോഗ ഗ്രാഷ്യെന്ന്. കാരണം ഖത്തറിൽ നിന്ന് മറ്റുള്ള ബേസുകൾ ഉപയോഗിക്കുന്നില്ല. അത്ര സീക്രട്ടായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. വരുന്നു, ഇടുന്നു, നാശമാക്കുക. ഇപ്പം ഇതിൻ്റെ അത് കാണുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് ലെയറായിട്ട് ഇങ്ങനെ വളഞ്ഞ കാരണം ഈ ബോംബിങ്ങിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പറയാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഹൂത്തി ടെററിസ്റ്റുകളും വെപ്പൺസുമായിട്ട്, അപ്പം അതിനു മുമ്പുള്ള ചില പിക്ചേഴ്സ് തന്നെ പെൻറ്റഗൺ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇവർ വെപ്പണുണ്ട് ഇവരുടെ കയ്യിൽ. അവിടെയാണ് കൊണ്ട് ബോംബിടുന്നത്. ഇവരുടെ ബങ്കർ, അതേപോലെ തന്നെ ഇവർ വെച്ചിരുന്ന ഈ ടണല്, കാരണം ഹമാസിനെ പോലെ ഇവർ ടണൽ കുഴിച്ച് പലയിടത്തും വെച്ചിട്ടുണ്ട്, അതൊക്കെ പൊട്ടിത്തെറിക്കാന്നിറങ്ങി. ഇവരെവിടെ പോയാലും ബോംബ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇറാനിയൻ ഫോഴ്സ്, റിപ്പബ്ലിക്കൻ ഗാർഡ് ഇവർക്ക് ഇവർക്ക് ഇത് കൊടുത്തിരുന്നു, സഹായം കൊടുത്തിരുന്നു പല രീതിയിൽ. അപ്പം അവർ പെട്ടെന്ന് വിഡ്രോ ആയി കഴിഞ്ഞപ്പോൾ അമേരിക്ക തന്നെ പറഞ്ഞ് എടുത്തോട്ട് പോകണമെങ്കിൽ അവരുടെ ഏകദേശം 60-70 സൈനികർ കൊല്ലപ്പെട്ടു ബോംബിങ്ങിൽ. അപ്പം അവർ മാറിക്കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ബോംബിങ്ങിനെ റെസിസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം പക്ക തീവ്രവാദികളാണ്. ഇവരുടെ മുകളിലോട്ട് ഹൈലി വളരെ അക്യുറസിയാണ് ഈ പ്രാവശ്യത്തെ ബോംബിങ്. ആദ്യം ഈ പറയുന്ന ഡ്രോണും ഒക്കെ പോയിട്ട് കറക്റ്റായിട്ട് സ്പേസ് കണ്ടുപിടിക്കുക എവിടെയാണ് ഇവർ നിൽക്കുന്നത്. കാരണം അതൊന്നും ഇവർക്ക് ഇവർക്ക് ഈ പറയുന്ന റഡാറും സൗകര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് എടുക്കുന്നു, അതിൻ്റെ മേളിൽ കൊണ്ടിടുക. അതേപോലെ ചില ഈ പാറ ഇടുക്കിനകത്തൊക്കെ ഇവർ പല ടണലിനുണ്ടാക്കിയിട്ടുണ്ട്. ആ പാറ ഇടുക്ക് തന്നെ അടിച്ചങ്ങ് പൊട്ടിക്കുക. അത് തലങ്ങും വിലങ്ങും അടിക്കുക. ഇവരെ അനങ്ങാൻ വിടുന്നില്ല. ഇത് ബേസിക്കലി ഈ ഇറാന് കൊടുക്കുന്ന ഒരു പാഠമാണ്. ഇതേപോലെ ആയിരിക്കും ഇറാൻ ഈ ബോംബ് ചെയ്യുന്നത്. അതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന മെസ്സേജ്. ഈ രീതിയിലായിരിക്കും ഇറാനി വന്ന് ബോംബ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ പോയാലും എവിടെ ഇരുന്നാലും, ഏത് ടണലിലിരുന്നാലും, ഏത് ന്യൂക്ലിയർ വെപ്പൺസിൽ ഇരുന്നാലും, അലി ഖമേനി എത്ര കുഴിയുടെ അടിയിൽ പോയാലും ബോംബിടും. ആ ബോംബിൽ താങ്കൾ തീരും. അതുകൊണ്ടാണ് ഇറാൻ ഭയന്ന് പോയത്. ഈ ബോംബിംഗ് ആണെങ്കിൽ ഇറാൻ തീർന്നു പോകും പൂർണ്ണമായിട്ടും. ഇത് ഇറാന് കൊടുക്കുന്ന മെസ്സേജും അതേപോലെ ഇസ്ലാമിക ടെറർ രാജ്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവർക്കുള്ള മെസ്സേജാണ്. എങ്ങനെയാണോ ഹൂത്തികൾക്കെതിരെ ബോംബ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടോണം, കരയുദ്ധം ഈസ്റ്റ് ഗാസയിലോട്ട് ഇസ്രായേൽ മാറി. ഈസ്റ്റ് ഗാസയിൽ കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് ഇവർ കടൽ മാർഗം ഓപ്പറേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ഹമാസ്. അപ്പോൾ ആ ഭാഗത്തോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ഈ ഹമാസിന്റെ അനുഭാവികളെല്ലാം പതുക്കെ ഈജിപ്റ്റ് സൈഡിലോട്ട്, റഫേൽ അപ്പുറത്തെ സൈഡിലോട്ട്, കാനീലിന്റെ സൈഡിലോട്ട് മാറി. അപ്പം ഈ ഹൂത്തികൾ ഇവർക്ക് സഹായം കൊടുക്കുന്നത്, അതായത് ഇറാൻ നേരിട്ട് ഇപ്പോൾ സഹായം കൊടുക്കാൻ പറ്റത്തില്ല, അമേരിക്ക കയറിപ്പോക്കും. അപ്പോൾ ഹൂത്തികൾ ത്രൂ സഹായം കൊടുക്കുന്ന ആ ചാനൽ മുഴുവൻ ഇവരങ്ങ് അടച്ചു. അതുമല്ല ആ ഭാഗം മുഴുവൻ ഒരു ബ്ലോക്ക് ചെയ്ത് അടിച്ചങ്ങ് ദൂരെ കളഞ്ഞു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിലഡൽഫിയ ബോർഡർ അത് കംപ്ലീറ്റ് ഈജിപ്തിനോട് പറഞ്ഞ് വളരെ ദൂരം മാറുന്നു അവിടെ പട്ടാളത്തോട്. അല്ലെങ്കിൽ കാരണം അവിടെ ബോംബിങ്ങിൻ്റെ അകത്ത് തെറിച്ച് നിങ്ങൾ ചാവാൻ സാധ്യതയുണ്ട്. അത് മുഴുവൻ ചുറ്റും വളഞ്ഞു നിന്നിട്ട് ആംബുഷ് ചെയ്യുക. അതായത് ഹമാസിന് കിട്ടിയ രണ്ടാമത് സീസ്പെയറുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൊട്ടന്മാർക്ക് കിട്ടിയ അടിയെന്ന് പറയുന്ന തല കീഴായിട്ട് അടി കിട്ടിയത്. ഇപ്പം അവിടെയുള്ള ജനങ്ങൾ പോലും ഹമാസിനെതിരെ തിരിയുന്നു.
അപ്പോൾ ഹമാസിനെതിരെ ഇപ്പൊ ഇസ്രായേലി പട്ടാളത്തിന് വേറെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. ഹമാസുകാരൻ എവിടെ ഇരിക്കുന്നു അതിനെപ്പറ്റി അവിടെയുള്ള ആൾക്കാർ മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവന്മാർ ഇൻ്റെ അടുത്തിരിപ്പുണ്ട്, ഇവന്മാർ ഇൻ്റെ അടുത്തിരിപ്പുണ്ട്, ഇത്ര പേര് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അത് കാരണം അവിടെയുള്ള ആൾക്കാരും അവർക്കെതിരെ തിരിയാൻ തുടങ്ങി. അതായത് ഇപ്പം ഈ പറയുന്ന ടെററിനെതിരെ ഉള്ള വാറിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഹൂത്തികളെ നശിപ്പിക്കുന്നതാണ്. അതായത് മൂടോടങ്ങ് നശിപ്പിക്കുക. മനസ്സിലാക്കുക, വർഷങ്ങളെടുത്ത് ഇറാൻ ബില്യൺസ് പണം മുടക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഹൂത്തികൾ. അവരുടെ പ്രൈമറി എന്ന് പറയുന്നത്, ഹൂത്തികളെ ഉണ്ടാക്കിയെടുത്തതിന്റെ പ്രൈമറി എന്ന് പറയുന്നത് UAEയും സൗദി അറേബ്യ അടിക്കും, സുന്നി രാജ്യങ്ങളെ തുലയ്ക്കുക. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ചില ആൾക്കാര് ഈ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്ന സുഡാപ്പുകൾ മനസ്സിലാക്കുക, ഹൂത്തികൾ പല ആവർത്തി ഹോളി സിറ്റി തന്നെ അടുത്ത് വരെ ബോംബ് ചെയ്യാൻ മിസൈൽ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ കാര്യമൊന്നുമില്ല. അവർക്ക് സുന്നികളാണ് ഏറ്റവും വലിയ ശത്രു. അതിൻ്റെ പേരിൽ ഉണ്ടായി വന്ന ഒരു ടെറർ ഗ്രൂപ്പ്. അതിനെ ഏത് രീതിയിലാണ് അമേരിക്ക പുകച്ചെടുത്ത് നശിപ്പിക്കുന്നത്? ഫ്രീക്വന്റ് ആയിട്ട് ബോംബ് ചെയ്യുക. കാരണം ഇവന്റെ ആഹാരം എല്ലാം മുടക്കി ദൂരെ കളഞ്ഞു, ഇവര് വെപ്പൺ സ്റ്റോറേജ് അടിച്ചു. പിന്നെ ഇത്രയും വർഷം കൊണ്ട് ടണലിനകത്ത് പല സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഓരോന്നായിട്ടങ്ങ് തീർക്കും. അതായത് ഹൂത്തികൾ എന്ന് പറഞ്ഞ് ഈ ലോകത്ത് കാണരുത്, ആ രീതിയിലാണ് അമേരിക്ക പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലുള്ള വാറിന്റെ കോൺഫ്ലിക്റ്റുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, കുറച്ച് അകത്തോട്ട് കയറി സ്റ്റഡി ചെയ്യുവാണെങ്കിൽ, ആ റീജിയൻ്റെ അകത്ത് ഇനി ഹൂത്തികളെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ പറയുന്ന സൗദിക്കാണെങ്കിലും UAEക്കാണെങ്കിലും ഈജിപ്തിനാണെങ്കിലും, കാരണം ഈ രാജ്യങ്ങളെല്ലാം ഇതുകൊണ്ട് വല്ലാതങ്ങ് ഭയന്ന് പറച്ചു. കാരണം വൃത്തികെട്ട ഒരു ടെറർ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതോടുകൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഹൂത്തികളുടെ വെടി തീർന്നു കഴിയുമ്പോൾ പതുക്കെ അമേരിക്ക ഇങ്ങോട്ട് കയറാം, ഇറാനിലോട്ട് കയറാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അതും ഈ വളരെ ദൂരേന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് വന്നിട്ടാണ് ഈ ഹൂത്തികളുടെ മേളിൽ കൊണ്ട് ബോംബിടുന്നത്. ആ ബോംബിങ്ങിന്റെ ചില മറ്റുള്ള വീഡിയോകളൊക്കെ പലയിടത്തും വരുന്ന കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത്രമാത്രം പൊട്ടന്മാരാണ് ഈ ഇസ്ലാമിക ഷിയ ടെറർ എന്ന് പറയുന്നത്. അവർക്ക് ബേസിക്കലി മനസ്സിലാവുന്നില്ല ഹൈ ടെക്നോളജി ഉള്ള ഒരു രാജ്യത്തിന്റെ പ്രൊഫഷണൽ ആർമിയോട് എങ്ങനെ പിടിച്ചു നിൽക്കണം. ഒന്നാമത് ഇറാൻകാർ പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ ബേസിലൊക്കെ നോക്കുമ്പോൾ ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഈ കേരളത്തിലെ സുഡാപ്പുകൾക്ക് ഹൂത്തികളെ രാജാക്കന്മാരായിട്ട്, അതായത് അവരുടെ പോരാളികളായിട്ട് കാണാൻ പറ്റുന്ന സമയം. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ദുവയൊക്കെ എടുക്കണം ഹൂത്തികൾക്ക് വേണ്ടി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്.
അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.